അവരുടെ സനദ് ഇവിടെ നൽകപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് ഉലമാക്കളെ നമുക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻ ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ SNEC-യുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അതിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ചേർത്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം, ഈമാനിൽ അധിഷ്ഠിതമായ, യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ ഭാവി പൗരന്മാരാക്കുകയും ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം സമൂഹത്തിന് പ്രബോധനം ചെയ്യാൻ പ്രാപ്തരാകുകയും ചെയ്യുക, ഒരു മഹത്തായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിൽ നമ്മുടെ സർവാത്മനായുള്ള സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടേതായ ജീവിതം വളരെ നിശ്ചലമായ ജീവിതമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതകാലത്ത് നാം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. 973 മുതൽ സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ പ്രവർത്തകനായി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഈ വർഷം വരെ, ഈ സമയം വരെ പ്രവർത്തിക്കാൻ നമുക്ക് നമ്മിൽ നിന്ന് പലർക്കും സാധിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളിൽ നിന്ന് പലരും രോഗികളാണ്, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ 10313 നാസിഹീങ്ങളായ ഇസ്ലാമിക പ്രബോധകന്മാരെ നാം ഈ സമുദായത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നതും ഇതൊരു ചരിത്ര സംഭവമാണ്. ഇതൊരു ചരിത്രത്തിന്റെ ഒരു വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ്. ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ പരിശ്രമിക്കുകയും അവർക്കെല്ലാ വിധത്തിലുള്ള അംഗീകാരവും സ്വീകരണവും നൽകാൻ ഈ സമുദായം തയ്യാറാവണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനീ ദഅവത്തിന് വേണ്ടി നാം ചെയ്തിരിക്കുന്ന സർവ നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ സനദ് ഇവിടെ നൽകപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് ഉലമാക്കളെ നമുക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻ ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ SNEC-യുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അതിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ചേർത്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം, ഈമാനിൽ അധിഷ്ഠിതമായ, യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ ഭാവി പൗരന്മാരാക്കുകയും ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം സമൂഹത്തിന് പ്രബോധനം ചെയ്യാൻ പ്രാപ്തരാകുകയും ചെയ്യുക, ഒരു മഹത്തായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിൽ നമ്മുടെ സർവാത്മനായുള്ള സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടേതായ ജീവിതം വളരെ നിശ്ചലമായ ജീവിതമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതകാലത്ത് നാം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. 973 മുതൽ സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ പ്രവർത്തകനായി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഈ വർഷം വരെ, ഈ സമയം വരെ പ്രവർത്തിക്കാൻ നമുക്ക് നമ്മിൽ നിന്ന് പലർക്കും സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളിൽ നിന്ന് പലരും രോഗികളാണ്, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ 10313 നാസിഹീങ്ങളായ ഇസ്ലാമിക പ്രബോധകന്മാരെ നാം ഈ സമുദായത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നതും
ഇതൊരു ചരിത്ര സംഭവമാണ്. ഇതൊരു ചരിത്രത്തിന്റെ ഒരു വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ്. ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ പരിശ്രമിക്കുകയും അവർക്കെല്ലാ വിധത്തിലുള്ള അംഗീകാരവും സ്വീകരണവും നൽകാൻ ഈ സമുദായം തയ്യാറാവണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനീ ദഅവത്തിന് വേണ്ടി നാം ചെയ്തിരിക്കുന്ന സർവ്വ നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.